ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SNS വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഒരു ഫുട്ബോൾ മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു ഗെയിം കളിക്കാൻ വിചാരിച്ചപ്പോൾ കളിച്ചതാണ്. അപ്പോൾ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പോർച്ചുഗലാണ്, നമ്മളാണെങ്കിൽ ബാഴ്സലോണയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ബാഴ്സലോണ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടാറുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രം ഞാൻ ഇതുപോലെ ഗെയിമിംഗ്, ടെക്കി, അൺബോക്സിങ്, അങ്ങനത്തെ വ്ളോഗിങ് കുറേ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ചെയ്യുക. അപ്പോൾ അതിവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ കിക്കിലാണ് തുടങ്ങിയത്. നേരെ ക്രിസ്ത്യാനോ വന്ന് ആരെയൊക്കെ പോയി ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, നമ്മുടെ ബാഴ്സലോണ എടുത്തിട്ടുണ്ട്. ലയണൽ മെസ്സി ഉണ്ട്, ഇപ്പുറത്ത് ലയണൽ മെസ്സി ഉണ്ട്, രണ്ട് സൈഡിലും ലയണൽ മെസ്സി ഉണ്ട്. അപ്പോൾ നെയ്മറിൻ്റെ കിട്ടി. നെയ്മറാണ് ത്രൂ ഇട്ട് എംബാപ്പയ്ക്ക് ഇട്ട് മെസ്സി നേരെ കയറി ഒന്ന് അടിച്ചു. മെസ്സി മെസ്സി ഇതാ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു തകർപ്പൻ ഗോളായിരുന്നു. അത് കാലം മെസ്സിയെ ഫൗൾ ചെയ്യാൻ പോയപ്പോഴാണ് ഗോൾ അടിച്ചത്. അങ്ങനെ കളി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് ഭാഗമൊക്കെ അറിയാണ്ട് കട്ടായി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. പിന്നെ പുറത്ത് എന്തെങ്കിലും നോയ്സിന് ഒച്ചപ്പാടുകൾ അതന്നെ ഒച്ചപ്പാടുണ്ടെങ്കിൽ അതും ക്ഷമിക്കുക. അത് നമ്മുടെ പോർച്ചുഗലിലാണ് പോർച്ചുഗലിൽ നിന്ന് നമ്മൾ നേരെ ബാഴ്സലോണ എടുത്തെങ്കിലും മെസ്സിയുടെ നിന്നും പന്ത് പോകുന്നു. പിന്നെയും ബാഴ്സലോണയെ കിട്ടി. ബാഴ്സലോണ നല്ലൊരു മുന്നേറ്റത്തിന് ശ്രമിക്കുകയാണ്. കുറേ കൗണ്ടർ അറ്റാക്ക് വെച്ച് കുറേ പാസിട്ട് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലൊന്നും. പോർച്ചുഗലാണെങ്കിൽ അപ്പുറത്ത് നല്ല ശക്തരായി തന്നെ കളിക്കുന്നത്. ക്രിസ്ത്യാനോട് പാസുകൾ അടിക്കാൻ നോക്കിയെങ്കിലും നമ്മുടെ ഡാങ്കു കളഞ്ഞ് ക്ലിയർ ചെയ്തെടുത്തായിരുന്നു. അങ്ങനെ മെസ്സിയിൽ നിന്ന് നേരെ എംബാപ്പയിൽ കിട്ടി, പക്ഷെ എംബാപ്പയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. നേരെ ആൻഡിയോട് അപ്പുറത്തെ ടീമിലത്തെ അവരുടെ പോയിട്ട് നേരെ പോയി, പക്ഷേ എംബാപ്പെ അവരുടെ നിന്ന് എടുത്ത് അടിച്ചതും അത് ഗോളായി. അങ്ങനെ 2 ഗോൾ നമ്മളിപ്പോൾ അടിച്ചിട്ടുണ്ട്. 2-0 ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഫുട്ബോള് എൻ്റെ കൂടെ കളിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കളിക്കാനാണ്. പിന്നെ ഞാൻ ഇനി ഏതൊക്കെ ഗെയിം കളിക്കുമോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പോർച്ചുഗലിനല്ല നമുക്ക് അനുകൂലമായ ഒരു ത്രോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ അഷ്റഫ് ഹക്കീമിനെ കൊണ്ടെടുത്ത് ജൂഡ് ബെല്ലിംഗത്തിൽ നിന്ന് അഷ്റഫ് ഹക്കീമിലേക്ക് കൊടുത്താണ്, പക്ഷേ മാറിപ്പോയി. റൈസിനെയാണ് ഇപ്പോൾ അങ്ങനെ കണ്ട പേര് വേണ്ട. ഓക്കെ, നമ്മുടെ കമവിങ്ക ടു എംബാപ്പയുടെ രണ്ടാമത്തെ ഒരു ഗോൾ. എംബാപ്പെ നല്ലൊരു മികച്ച ഫോമിൽ തന്നെയാണ്. എംബാപ്പെ നല്ലൊരു ഫോമിൽ തന്നെയാണ്. ഇത് നമ്മൾ പുതിയൊരു മെസ്സിനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് മെസ്സി പന്തൊക്കെ എടുത്ത് കയറിപ്പോയി, പക്ഷേ ആ റൈസ് എന്ന് പറഞ്ഞ ചെക്കൻ മെസ്സിനെ അവിടുന്ന് ബോൾ കൊണ്ടുപോയി ബോക്സിൻ്റെ അകത്ത് എത്തിക്കാൻ തന്നെ ശ്രമിച്ചില്ല. അപ്പോഴേക്കും വന്ന് തടഞ്ഞു. പിന്നെ നമ്മുടെ എപ്പോഴും കൗണ്ടർ അറ്റാക്കിങ് ഫോർ ബാഴ്സലോണ മെസ്സിക്ക് അനുകൂലമായി ബാഴ്സലോണക്ക് അനുകൂലമായി അതാ ഒരു ഫ്രീ കിക്ക്. കോസ്റ്റാക്കർട്ടയാണ് ഇടുന്നത്. കോസ്റ്റാക്കർട്ട ഡയറക്റ്റ് അടിക്കാൻ നോക്കിയത്, പക്ഷേ ഗോളിയുടെ കയ്യിലാണ് ഡയറക്റ്റ് പോയത്. കുഴപ്പമില്ല. നമ്മൾ നേരെ ഗോൾ കീപ്പർ നേരെ ക്രിസ്ത്യാനോക്ക് ഇടാൻ നോക്കി, പക്ഷെ നമ്മളത് ക്ലിയർ ചെയ്തെടുത്ത് നേരെ കമവിങ്കയിലേക്ക് കൊടുത്ത്, കമവിങ്കയിൽ നിന്ന് എംബാപ്പയിലേക്ക് കൊടുത്തു, പക്ഷെ എംബാപ്പയിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് നമുക്കത് കിട്ടി. ജൂഡ് ബെല്ലിംഗത്തിൽ നിന്ന് നേരെ നമുക്ക് ജൂഡ് ബെല്ലിംഗത്തിൽ നിന്ന് പോയി. ജൂഡ് ബെല്ലിംഗം ഓക്കെ, എംബാപ്പെ ഇട്ടിട്ടുണ്ട്. എംബാപ്പെ സ്കില്ലിട്ടപ്പോഴേക്കും അവർ വന്ന് വെച്ചിട്ടും പോയി. ഇതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത്. എന്തൊക്കെ ആദ്യമായിട്ടാണ്. ഇപ്പോൾ വോയിസ് ഓവറിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അത് ഞാൻ അറിയാണ്ടൊന്ന് കട്ടായിപ്പോയി. പിന്നെ എംബാപ്പെ 4ാമത്തെ ഗോൾ അടിച്ചു. അങ്ങനെ 4-0 ആക്കിയിട്ടുണ്ട്. അത് മെസ്സിയുടെ വലിയൊരു അസിസ്റ്റാണ്. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് വീഡിയോ ലെങ്ത്തുണ്ട്. അതാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ നമ്മുടെ കിക്കിൽ തന്നെയാണ് തുടങ്ങിയത്. മെസ്സി നേരെ എംബാപ്പയ്ക്ക് കിട്ടി, പക്ഷേ നമുക്ക് അനുകൂലമായൊരു ത്രോയും കിട്ടി.
ഇവിടെ ഞാൻ എന്താ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ എംബാപ്പിനെ മാറ്റി നെയ്സിൽ ഹാലൻഡിൽ ഇറക്കി. കാരണം എംബാപ്പി ഒരു ഫസ്റ്റ് ഹാഫ് കളിച്ചു, അപ്പോൾ ഹാലൻഡും സെക്കൻഡ് ഹാഫ് കളിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഹാലൻഡ് ഇറക്കിയത്. മാത്രമല്ല എംബാപ്പി അപ്പുറത്തെ ടീമിലുണ്ട്, വെറുതെ തന്നെ നമ്മൾ എംബാപ്പിനെ ഇറക്കണേ. നമ്മൾ ഹാലൻഡിനെ ഇറക്കിയിട്ടുണ്ട്, കാരണം നമ്മളെ ഹാലൻഡിൽ ഇറക്കിയിട്ട് കുറേ നാളായി. അപ്പോൾ കളി തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പോർച്ചുഗൽ കുറേ രീതിക്കുള്ള മുന്നേറ്റ തന്ത്രങ്ങൾ ഇടണ്ടെങ്കിലും നമ്മുടെ ബാഴ്സലോണ അതിനൊന്നും പറ്റുന്നില്ല. ഞാൻ ഇതിൽ കുറച്ച് ആരെയും താഴ്ത്തി കിട്ടാനെന്നല്ല പറയുന്നത് വെച്ചാൽ പോർച്ചുഗൽ ഇത്ര പൊട്ടേറ്റാണ് അതൊന്നുമല്ല. രണ്ട് ടീമും എന്ന് വെച്ചാൽ മെസ്സിയും റൊണാൾഡോയും രണ്ടും തുല്യം വെക്കാത്ത ശക്തികൾ തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ഇവിടെ വരാണെങ്കിൽ നമ്മുടെ റോഡ്രി ഒരു ഷൂട്ട് എടുത്തു, പക്ഷേ അത് ഗോളിയുടെ കയ്യിലേക്കാണ് ഡയറക്റ്റ് പോയത്. പക്ഷേ അത് നേരെ കോർണർ കിക്കായി, അത് എങ്ങനെയാണെന്നറിയില്ല. അത് നമ്മുടെ ഗോൾ കീപ്പറിൻ്റെ സ്വന്തം ടീമിൽ തന്നെ അടിച്ചു വരുത്താൻ ഗോൾ കിക്കായി മാറി. പിന്നെ ഇവിടുന്ന് നെയ്മറോ ഹാലൻഡോ അടിക്കാൻ നോക്കി, പക്ഷെ കുറച്ച് പവർ കൂടിപ്പോയി എന്നാണ് തോന്നുന്നത്. അതായപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ 56-ാം മിനിറ്റിൽ തന്നെ ഇവരുടെ നെറ്റ് പോയെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ അധികം ഗോൾ അടിച്ചുള്ള ഇവരുടെ നെറ്റായിട്ട് പിന്നെ നമ്മൾ ഗോൾ അടിച്ചാൽ പിന്നെ നെറ്റ് വന്ന് റൊണാൾഡോ അടിക്കാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ കാലത്ത് സേവ് ചെയ്ത് നമ്മുടെ നെയ്മർ പറഞ്ഞ ടാക്റ്റിക് ഇടാൻ നോക്കിയപ്പോൾ നമ്മളെ നെയ്മറിനെ ഫൗൾ ചെയ്ത് ഫ്രീ കിക്ക് അവിടെ കിട്ടിയപ്പോൾ നമ്മൾ നെയ്മറിനോടത്ത്, പക്ഷേ നെയ്മർ അത് കൊണ്ടേ കളഞ്ഞു. നെയ്മറില്ല, ഞാൻ കൊണ്ടേ കളഞ്ഞ്. നെയ്മർ പിന്നെയും കിട്ടി, നെയ്മറിനൊരു സ്കില്ല് കിട്ടാൻ പറ്റില്ല. പക്ഷേ നെയ്മർ നല്ല രീതിക്ക് തന്നെ തൻ്റെ കളി മികവ് പുറത്ത് വെക്കുന്നുണ്ട്. അതുതന്നെ മാത്രമല്ല, പിന്നെ ഇതിൽ ആരൊക്കെ മെസ്സിയും ഫാനാണ് റൊണാൾഡോ ഫാനാണെന്നൊന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ ആർക്കാണ് കൂടുതൽ ഫാൻസ് എന്ന്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൊണാൾഡോ ഉണ്ട്, മെസ്സി പോർച്ചുഗൽ നേരെ ബാഴ്സലോണയ്ക്ക് ഇട്ട് ബാഴ്സലോണ ഒരു അറ്റാക്കിംഗ് ആയിരുന്നു 2 മിനിറ്റ് 2 സെക്കൻഡ് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മെസ്സി അടിച്ചു, പക്ഷേ അത് ഭയങ്കര രീതിക്ക് ഓവർ പവർഡാന്ന് തോന്നുന്നു. അത് കാരണം അത് ഗോൾ കയറിയില്ല. പിന്നെ നമ്മൾ രണ്ടാമത്തേത് ഇവിടെ വന്നപ്പോഴേക്കും നമ്മൾ നേരെ നെയ്സിൽ അതെടുത്തു. ഹാലൻഡ് നേരെ ത്രൂ പാസ് നെയ്മറിനെടുത്തു. നെയ്മർ ഒരു ത്രൂ പാസ് ഇട്ടെങ്കിൽ പറ്റിയില്ല. പിന്നെ നമ്മൾ മെസ്സിനെ കൊണ്ട് വെറുതെ ഒരു ഗോൾ അടുപ്പിക്കാൻ നോക്കി, അതൊന്നും നടന്നില്ല. ഞാൻ വെറുതെ അടിച്ചാണ്, പക്ഷെ അവൻ്റെ കാലട്ട് സേവായി. പിന്നെ അടിച്ചത് പറഞ്ഞാൽ അവൻ്റെ ഗോൾ കീപ്പർ തട്ടി സേവാക്കി. പിന്നെ ഇവൻ്റെ കട്ടി അത് നമ്മൾ നേരെ ഹാലിനെ കൊടുത്തെടുത്തപ്പോഴേക്കും അത് ഓഫ് സൈഡ് ഗൈസ്, ഓഫ് സൈഡ്. നമ്മൾ എന്ത് ചെയ്യാനാണ് ഗൈസ്, എന്ത് ചെയ്യാനാണ്? അത് ഓഫ് സൈഡ് ഗൈസ്, ഓഫ് സൈഡ്. ഓക്കെ, നമുക്ക് കളിയിലേക്ക് വരാം. അതാ പോർച്ചുഗലിൻ്റെ നല്ല രീതിക്ക് ഒരു പാസിങ് ഇട്ട് മുന്നേറുന്നുണ്ട് മെസ്സി. റൊണാൾഡോ ബെല്ലിംഗം ബാഗിയോ എന്ന് പറഞ്ഞൊരുത്തൻ. ഓക്കെ, അവിടെ കോസ്റ്റാക്കർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഹാലൻഡ് ടു നെയ്മറിൻ്റെ ഒരു സ്കില്ലിങ്ങാണ് നമ്മൾ കാണുന്നത്. നെയ്മർ തന്നെ വെട്ടിച്ച് സ്കില്ലിട്ട് അകത്ത് കയറുന്നുണ്ട്. ബെല്ലിംഗ് ഒരു പാസ് ഇട്ട്, പക്ഷേ ഹാലൻഡിനെ അത് തിരിച്ചെടുത്തപ്പോഴേക്കും ഗോൾ അടിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മളെ അപ്പുറത്തേക്ക് ഇതൊരു ടീമായ ആൾ തോക്കാണ്ടിരിക്കാൻ വേണ്ടി ബാക്ക് അടിച്ച്, പക്ഷേ ശരിക്കും ഞാൻ തോറ്റ്, ഞാൻ ജയിച്ച്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എത്രത്തോളം വിലപ്പെട്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.